ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ബ്രെഡ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്കിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ബ്രെഡ് പക്കവടൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 4 മീഡിയം സൈസുള്ള ബ്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ചെറുതാക്കി കൈ വെച്ചിട്ട് ഒന്ന് പിച്ചിക്കാണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു ചെറിയ സവാള നീളക്കത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഒരു ഭാഗം മാത്രം ക്യാപ്സിക്കം നീളക്കത്തിലൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഇല്ല എന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കറിവേപ്പിൻ്റെ ഇല ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പച്ചമുളകും ഇട്ട് കൊടുക്കുക. നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കുക കേട്ടോ. കൂട്ടിയെടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ കയ്യിൽ വലിയ ജീരകം പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് മാത്രം വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2-3 ടേബിൾ സ്പൂണോളം കടലമാവ് ഇട്ട് കൊടുക്കുക. ഇനി കടലമാവില്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് ഞാൻ 3 ടേബിൾ സ്പൂണോളം കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇത് എല്ലാം പാടെ നന്നായിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ബ്രെഡും ഉള്ളിയും ക്യാപ്സിക്കും എല്ലാം പാടെ നല്ല പോലെ തന്നെ ഒന്ന് സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബ്രെഡൊക്കെ നല്ല പോലെ പൊടിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്നും കൂടി കൈ വെച്ചിട്ട് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. കൂടുതലായിട്ട് വെള്ളം ചേർക്കരുത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പം ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടൂല. അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് നല്ലൊരു കട്ടിക്ക് തന്നെ ഒന്ന് ആക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നല്ല പോലെ തന്നെ ചൂടായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് സാധാ നോർമലായിട്ട് നമ്മൾ പക്കവടയൊക്കെ ആക്കിയെടുക്കൂലേ, അതുപോലെ തന്നെ കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് പാനിലേക്ക് ഇട്ട് കൊടുക്കുക, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ. ലോ ഫ്ലെയിമിലും ആക്കരുത്, ഹൈ ഫ്ലെയിമിലും ആക്കരുത്. ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ എണ്ണയും കുടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ. ആദ്യൊരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 1-2 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ടുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഒന്ന് മൊരിച്ചെടുക്കാം. ഈ ഒരു സ്നാക്ക് നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റാണ്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ബ്രെഡിന് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു മധുരവും അതുപോലെ നമ്മൾ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു എരിവിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബ്രെഡൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് പക്കവട ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ അത് ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് വരാം.